സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനെ ഈ കെവിനും ഇസബെല്ലും ഋഷിയും എല്ലാവരും ചേർന്ന് ചതിക്കുമായിരുന്നു എന്നുള്ള സത്യങ്ങൾ ഈ ഹരിയങ്കൾ തന്നെ എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കുന്ന ആ ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഹരിയങ്കൾ നന്ദനോട് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, നന്ദ നീ മുഴുവൻ സത്യവും പറഞ്ഞിട്ടില്ല, നീ കുറച്ച് സത്യം പറഞ്ഞു, ബാക്കി നീ പറഞ്ഞത് മൊത്തം കള്ള, കുറച്ച് സ്ഥലം ഫില്ലാവാനുണ്ട്, അത് പൂരിപ്പിക്കണമെങ്കിൽ നീ ബാക്കി സത്യങ്ങളും കൂടി പറഞ്ഞു വേണം അത് പൂരിപ്പിക്കാൻ. എന്തായാലും നീ പറഞ്ഞത് അങ്ങനെ എന്നെ വിശ്വസിക്കാൻ മാത്രം മണ്ടലൊന്നുമല്ല ഞാൻ. നീ നിൻ്റെ അത്ര തന്നെ തൂക്കമുള്ള ഒരാളെ ഒറ്റയ്ക്ക് പൊക്കിയെടുത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയിന്നു, അതുപോലെ ഒറ്റയ്ക്ക് എന്നെ കുഴി വെട്ടി അയാളെ കുഴിച്ചിട്ടു എന്നും പറഞ്ഞാൽ അത് വിശ്വസിക്കാനൊന്നും പറ്റില്ല. നിന്നെ സഹായിക്കാൻ ആരോ ഉണ്ടായിട്ടുണ്ട്, അത് ആരാന്ന് നീ പറയുമ്പം നന്ദനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം കെവിനെ ഒറ്റയ്ക്ക് കൊടുക്കൂല എന്ന് നന്ദൻ കെവിന് വാക്ക് കൊടുത്തതുകൊണ്ട് തന്നെ കെവിൻ്റെ പേര് പറയാൻ പറ്റില്ല. അങ്ങനെ നന്ദൻ പറയുന്നുണ്ട്, എന്താ അങ്കിളുടെ പ്രശ്നം, അങ്കിൾ എന്തിനാ ആവശ്യമില്ലാതെ തന്നെ വിഷമിപ്പിക്കണേ, ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഞാനാ കൊന്നത്, കുഴിച്ചിട്ടതും ഞാൻ തന്നെയാണ്, പിന്നെ എന്താ അങ്കിളിന് പ്രശ്നം, അങ്കിളെന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് ഇടപെടണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കല്ല പ്രശ്നം മൊത്തം നിനക്കാ, നീയാണ് എല്ലാം മറച്ചു വയ്ക്കുന്നത്. എന്തായാലും നീ ഒറ്റയ്ക്ക് അത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ വാ, നമുക്ക് ആ കുഴിച്ചിട്ട സ്ഥലം ഒന്ന് കാണാം. ആ സമയം നന്ദനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല, കാരണം നന്ദന് പോലും അറിയില്ല കുഴിച്ചിട്ടത് എവിടെയാണ്. കെവിൻ പറഞ്ഞ ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എന്തിനാ കുഴിച്ചിട്ട സ്ഥലത്ത് പോണേന്ന് വയ്ക്കുമ്പം ഇനിയിപ്പോൾ നീ സ്റ്റേഷനിൽ പോയി ഹാജരായാലും കോടതിയിൽ പോയി ഹാജരായാലും തെളിവെടുപ്പിന് നിന്നെ കൊണ്ടുപോകും. അപ്പോൾ നീ കൊന്ന സ്ഥലവും കുഴിച്ചിട്ട സ്ഥലവും കൊല്ലാനും ഉപയോഗിച്ച ആയുധങ്ങളും കുഴിച്ചിടാനും ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ പോലീസിനെ കാണിച്ചു കൊടുക്കേണ്ടി വരും, അല്ലാതെ ഈ കേസ് മുന്നോട്ട് പോകൂല. അപ്പോൾ അതിനൊരു റിഹേഴ്സലായിട്ട് കണ്ടാൽ മതി, നീ ഞങ്ങളുടെ കൂടെ വാ, ഞാനും ദേവികയും വരാം, നീ ആ കുഴിച്ചിട്ട സ്ഥലം ഞങ്ങളൊന്ന് കാണിച്ചു തന്നെ. അന്നേരം ഈ നന്ദനാണ് ഈ പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് ആ സ്ഥലം ഏതാണെന്ന് ഓർമ്മയൊന്നുമില്ല, ഞാനതൊക്കെ മറന്നുപോയിരുന്നു. ആ സമയം ഹരിയങ്കൾ പറയുന്നുണ്ട്, നന്ദ നീ ഞങ്ങളെ വെറുതെ കുരങ്ങളിപ്പിക്കാൻ നോക്കരുത്, നീ വിചാരിച്ചിരിക്കുന്നത് നിനക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി എന്നല്ലേ, പക്ഷെ നിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നീ പറയണത് കള്ളാണെന്ന്. നിന്നെപ്പോലെ ഒരുപാട് ക്രിമിനൽസിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് വിളച്ചിലൊന്നും എടുക്കണ്ടാന്ന്. അന്നേരം നന്ദനാണെങ്കിൽ ഇത് വലിയ പ്രശ്നമായിട്ടുണ്ടല്ലോ ഹരിയങ്കളെ, എന്നെ ഒന്ന് വെറുതെ വിടാമോ എന്ന് ചോദിക്കുമ്പം ദേവിക എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു എന്താ ഇങ്ങനെ സംസാരിക്കണം, നന്ദുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഹരിയങ്ങൾ ഓരോന്ന് പറയണത്. എന്തായാലും നന്ദുവിനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ വീടിൻ്റെ പടി ഒരിക്കലും ചവിട്ടില്ല എന്നും പറഞ്ഞ് ഈ വീടിൻ്റെ പടി ഇറങ്ങിപ്പോയ ആളാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് മനുഷ്യത്വത്തിൻ്റെ പേരിലല്ലേ. എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച ഒരച്ഛനും അമ്മ ഇവിടെ ഉണ്ട്, അവർക്കൊരു വിഷമം വന്നപ്പം ഞാൻ അവരുടെ കൂടെ നിൽക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നന്ദുവിനോട് ചോദിക്കുന്നതും നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം നന്ദനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലേനെയും കുരുവിളേനെയാണ്. ഇസബെല്ല കുരുവിളയോട് പറയുന്നുണ്ട്, കെവിൻ പോയിട്ട് എത്ര നേരമായി, ഇതുവരെ അവൻ വന്നില്ലല്ലോ പാപ്പ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വയ്ക്കുമ്പം നീ ഒന്ന് സമാധാനപ്പെടുപ്പല്ല, അവൻ എന്തായാലും വരാതിരിക്കൂല, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പം തൽക്കാലം നീ വിളിക്കുകയൊന്നും വേണ്ട, അവൻ വരട്ടെ, അവൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിക്കാം, ഫോണിൽ കൂടി ഒന്നും സംസാരിക്കുന്നത് നല്ലതല്ലാന്ന്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ കെവിൻ വരുന്നുണ്ട്. കെവിനെ കണ്ടതും ഇസബെല്ല ഓടി വന്നിട്ട്, എന്തായി കെവിൻ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയാണ് മുന്നോട്ട് പോകണമെങ്കിൽ പ്രശ്നമാവും വല്ല. എന്തായാലും അരുന്ധതി മേഡം സത്യങ്ങളെല്ലാം തുറന്നു പറയണം എന്നുള്ള വാശിയിലാണ് നിൽക്കണേ, എന്നിട്ട് നീ അതിന് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പം ഞാനല്ല, ഋഷി തന്നെ എതിർത്തു. ഋഷി പറഞ്ഞത് മേഡം സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഋഷി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് മേഡം എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം അത് കേട്ടതോടുകൂടി മേഡം ഒന്ന് പതറിയിട്ടുണ്ട്, പക്ഷേ പറയാൻ പറ്റില്ല, മേഡത്തിന് നല്ല ടെൻഷനും പേടിയുണ്ട്. ഇന്നിപ്പോൾ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ആ ജഡ്ജ് മേഡത്തിൻ്റെ വീട്ടിൽ ചെന്നില്ലേ, ആ ജഡ്ജ് മേഡത്തിനോട് ഋഷിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അതുമാത്രമല്ല ഋഷിയെ കണ്ടുപിടിക്കാൻ അന്വേഷണവും ഊർജിതമാക്കാം, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് പറയുകയും ചെയ്യാമെന്നൊക്കെ അയാൾ പറഞ്ഞെന്ന് അരുന്ധതി മേഡം പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, ഇതിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണല്ലോ, എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം കുടുങ്ങുമെന്ന് പറയുമ്പോൾ കുരുവിള പറയുന്നുണ്ട്, അതിന് നമുക്ക് പ്രശ്നമൊന്നും വരില്ല, നമ്മൾ കൊലപാതകം ചെയ്തിട്ടൊന്നുമില്ലല്ലോ, പിന്നെ നന്ദനെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ, അതിപ്പോൾ ഇത്ര വലിയ തെറ്റൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, അതല്ല പാപ്പ, നന്ദൻ ഋഷിയെ കൊന്നിട്ടില്ല എന്ന് ചന്ദ്രോത്തുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മളോട് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ പ്രഭയാൻ്റീനെയൊക്കെ നമ്മൾ
നമ്മളുടെ വലയിലാക്കി നിർത്തിയിരിക്കുന്നത് നന്ദൻ ചെയ്ത കൊലപാതകം നമ്മൾ മറച്ചു വെച്ചു എന്നുള്ള രീതിയിലാണ്. നമ്മൾ മനഃപൂർവ്വം നന്ദനെ ചതിക്കുമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ദേവിക ഒരു MLA, അവൾ നമ്മളോട് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അന്നേരം കുരുവിള പറയുന്നുണ്ട് അതിനിപ്പോൾ സത്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറയുമ്പം എന്തായാലും ഇന്നിപ്പോൾ ആ ജഡ്ജ് ചെന്നു, നാളെ പ്രഫാൻ്റെയോ അതുപോലെ ദേവികയോ ചെന്നുകൂടാന്നില്ല. അങ്ങനെ എല്ലാവരും ചെല്ലണ സമയത്ത് എപ്പോഴെങ്കിലും ഋഷിയെ അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവൂലേ. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് ഇവരാരും അങ്ങോട്ട് ചെല്ലാണ്ടിരുന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതിന് നമ്മൾ എന്ത് ചെയ്യും കെവിനെ? ഇനിയിപ്പോൾ ആരും ചന്ദ്രോത്തുനിന്ന് അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലരുത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി അവർ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതിന് മുമ്പായിട്ട് നമ്മൾ തന്നെ അരുന്ധതി മേഡത്തെയും കൊണ്ട് ചന്ദ്രോത്ത് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിക്കണം. എൻ്റെ മകനെ കാണുന്നില്ല എന്നും പറഞ്ഞ് അരുന്ധതി മേഡം അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്കത് വിശ്വാസവും. പിന്നെ അവർ ഋഷി ജീവിച്ചിരിക്കണ്ടെന്നുള്ള രീതിയിൽ ഋഷിയെ അന്വേഷിച്ച് നടക്കൂലാന്ന്. അന്നേരം കെവിൻ പറയുന്നുണ്ട് അത് ഇസബല്ല പറഞ്ഞത് നല്ലൊരു ഐഡിയ, എന്തായാലും ഞാൻ മേഡത്തെ കണ്ട് ഈ വിവരങ്ങൾ പറയാമെന്ന്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ആണെങ്കിൽ ഈ ഋഷിയോട് പറയുന്നുണ്ട് ഋഷി മോനെ, കെവിനും ഇസബല്ലയും പറയണത് കേട്ട് നടന്നാൽ നിനക്ക് നിൻ്റെ ജീവിതം നഷ്ടപ്പെടും, നിനക്ക് എന്നും മരിച്ച ആളായിട്ട് റൂമിൽ തന്നെ ജീവിക്കാൻ പറ്റുമോ, നിനക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മേ, ചന്ദ്രോത്തുകാരെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ പുറത്തിറങ്ങില്ല എന്ന് പറയുമ്പം എൻ്റെ മോനെ ഞാൻ പറയണത് നീ കേൾക്ക്, നിൻ്റെ നന്മയ്ക്ക് അമ്മ പറയണത്, നീ ഇങ്ങനെ മരിച്ചു എന്നും പറഞ്ഞ് അകത്തിരുന്നിട്ട് പിന്നെ ഒരിക്കലും നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ചന്ദ്രോത്തുകാരെ പാഠം പഠിപ്പിക്കാനായിട്ട് നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം പാഠം പഠിക്കാൻ പോകുന്നത് നീ ആയിരിക്കും എന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട് കെവിൻ എന്നെ വിളിച്ചിരുന്നു അമ്മേന്ന്. എന്തിനാ കെവിൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, ഇപ്പോൾ ആ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ് ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ അവർക്ക് കൂടുതൽ സംശയമായത്. എന്തായാലും ഇനി ചന്ദ്രോത്തുനിന്ന് ആരും ഇങ്ങോട്ട് എന്നെ അന്വേഷിച്ച് വരരുത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് അവർക്ക് നേരെ പ്രത്യാക്രമണം നടത്തണം അമ്മേന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് നമ്മൾ തിരിച്ച് അവരെ എന്ത് ചെയ്യണമെന്നാണ് നീ പറയണേന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, അമ്മ ഇതിനു മുമ്പ് ഒരിക്കൽ ചന്ദ്രോത്ത് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നോ, എന്നെ ചന്ദ്രോത്തുള്ളവരെ അപായപ്പെടുത്തിയതാണെന്നും പറഞ്ഞ്. അതുപോലെ അമ്മ ഒരിക്കൽ കൂടി ചന്ദ്രോത്തേക്ക് ചെല്ലണം, അങ്ങനെ പ്രഫാൻ്റിയുടെ അടുത്ത് ചെന്നിട്ട് എന്നെ കാണാനില്ലാന്നും എന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണമെന്നും അതുപോലെ എന്നെ അവരെന്തെങ്കിലും ചെയ്തതാണെങ്കിൽ അവരെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പം ആ പ്രഭാവതിയും നന്ദനും നല്ലോണം പേടിക്കും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ ജഡ്ജോ ആരോ നമ്മുടെ വീട്ടിലോട്ട് വരില്ല. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഋഷി ഉദ്ദേശിക്കണേ, നീ ഉദ്ദേശിക്കണ പോലെ ഒന്നും കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല കേട്ടോ. ആ ജഡ്ജ് നിസ്സാരക്കാരനൊന്നുമല്ല, ഒരുപാട് കേസുകളിൽ വിധി പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അയാൾക്ക് ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ സത്യമാണോ നുണയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ലേ അന്ന് അയാൾ വന്നപ്പോൾ ഓരോന്ന് കുത്തി എന്നോട് ചോദിച്ചത്. അന്നേരം ഋഷി പറയുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ അമ്മ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ എനിക്ക് എന്തെങ്കിലും ദോഷം വരുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാനായിട്ട് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അത് കേട്ടതും അരുന്ധതി തൽക്കാലം നീ ഒന്ന് സമാധാനപ്പെടുക, ഞാൻ എന്ത് വേണമെന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിയങ്കളിനെയും ദേവികേനെയാണ്. ദേവികയും ഹരിയങ്ങളും കൂടി നന്ദൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി വരുമ്പം ഹരിയങ്കൾ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് പ്രഭേ, ഞാൻ ഒന്നും കൂടി ചോദിക്കാം, ഞങ്ങളോട് നന്ദൻ പറയാത്ത എന്തെങ്കിലും കാര്യം പ്രഭയ്ക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല ഹരിയേട്ടാന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, എന്നാലേ നമുക്ക് നന്ദുവിനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഹരിയങ്ങളുടെ അഭിപ്രായത്തിൽ നന്ദു ഇങ്ങനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന് ഹരിയങ്ങൾ വിശ്വസിക്കണില്ല. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് മോളെ നീ എന്താ ഈ പറയണത്, അവൻ പറയണതെല്ലാം സത്യമാണ്. ആ സമയത്ത് ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഋഷിയെ അവൻ കുഴി വെട്ടി കുഴിച്ചിട്ടെന്നല്ലേ പറഞ്ഞത്, ആ സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവനിപ്പോൾ പറയണത് അതവന് ഓർമ്മയില്ല എന്നാണ്. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. പ്രഭാവതിയുടെ ഈ ഞെട്ടൽ ഹരിയങ്ങൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നിട്ട് പ്രഭാവതി മനസ്സിലാലോചിക്കുന്നുണ്ട് ശരിക്കും നന്ദന ആ സ്ഥലം അറിയില്ല, അതെല്ലാം ചെയ്തത് കെവിനല്ലേ, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ കെവിനെ ഒറ്റ കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടായിരിക്കും അവനക്ക് ഓർമ്മയില്ല എന്ന് പറയണേന്ന്. അങ്ങനെ പ്രഭാവതി ഈ ഹരിയങ്ങളിനോട് പറയുന്നുണ്ട് അത് ചിലപ്പോൾ നേരെയായിരിക്കും ഹരിയേട്ട. അതിനുശേഷം അവൻ ഒരുപാട് മാനസികമായി തകർന്നിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി പോലെ ആയിരുന്നു, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവൻ മറന്നു പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നന്ദുവിനും ഓർമ്മയുണ്ടല്ലോ, ഋഷിയെ വഴിയിൽ വെച്ച് കണ്ടതും ഋഷിയുടെ തലയിലേക്ക് അടിച്ചതും ഋഷി മരിച്ചു എന്ന് ഉറപ്പിച്ചതും എല്ലാം ഓർമ്മയുണ്ട്, പിന്നെ കുഴിച്ചിട്ട സ്ഥലം മാത്രം എന്താ ഓർമ്മയില്ലാത്ത. അതുമാത്രമല്ല ഋഷിനെ കൊണ്ടുപോയി കിടത്തിയ ആ ആളൊഴിഞ്ഞ വീട് വരെയും നന്ദുവിന് ഓർമ്മയുണ്ടല്ലോ, ആ വീടിൻ്റെ പരിസരത്ത് തന്നെയായിരിക്കും
ആയിരിക്കില്ലേ കുഴിച്ചിട്ടത്, അങ്ങോട്ടേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നന്ദു എന്താ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ പ്രതിസന്ധിയിലാവുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദൻ വന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, എന്തിനാ ദേവി നീ അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞതിലപ്പുറം സത്യങ്ങളൊന്നുമില്ല, അമ്മയ്ക്ക് വേറെ ഒന്നും അറിയുമില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ചോദിച്ചാലും അമ്മ നിങ്ങളോടൊന്നും പറയാനും പോണില്ല എന്ന് നന്ദു അറിയാതെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ഹരിയങ്ങളിനും ദേവികയ്ക്കും മനസ്സിലാവുന്നുണ്ട് നന്ദൻ മനഃപൂർവ്വം തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അന്നേരം ഹരിയങ്ങൾ പറയുന്നുണ്ട്, നന്ദ നീ എന്തൊക്കെ മറച്ചു വെച്ചാലും അത് നിൻ്റെ നാശത്തിനായിരിക്കും. സത്യങ്ങളെല്ലാം ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ എന്തെങ്കിലും രീതിയിൽ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം, അല്ലാതെ നിന്നെ രക്ഷിക്കാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് സഹായത്തിന് ആളുണ്ടായിരുന്നു, ആ ആളാരാന്ന് നീ പറഞ്ഞാൽ മതി, ബാക്കി കുഴിച്ചിട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്ന് പറയുമ്പം നന്ദനാണെങ്കിൽ ഇല്ല, എനിക്കങ്ങനെ സഹായത്തിന് ആളൊന്നും ഉണ്ടായിരുന്നില്ല, ഇനി ഇതിനെക്കുറിച്ച് അങ്കിൾ എന്നോടൊന്നും ചോദിക്കണ്ട, ഞാൻ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ലേ, എല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ്, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കണേന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, നന്ദുവിന് എന്താ പറയണത് മനസ്സിലാവാത്ത, അങ്കിൾ നന്ദുവിനെ രക്ഷിക്കാനല്ലേ നോക്കണേന്ന് പറയുമ്പം എന്നെ ആരും രക്ഷിക്കുകയൊന്നും വേണ്ട, ഋഷിയെ ഞാൻ കൊന്നു, അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലിരിക്കുമ്പം ഒരു വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി ദേവിക വന്നതായിരിക്കും എന്ന് വിചാരിച്ച് വേഗം ഓടി വന്ന ഡോറ് തുറക്കുമ്പം കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് നമ്മളുടെ അരുന്ധതിയാണ്. അരുന്ധതിയെ കണ്ടതും പ്രഭാവതി ആകെ ഒന്ന് പേടിക്കുന്നുണ്ട്. ഇനി അരുന്ധതി എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്, ഇനി നന്ദൻ ഋഷിയെ കൊന്ന വിവരം അറിഞ്ഞിട്ട് അരുന്ധതി അത് ചോദിക്കാൻ മഞ്ഞയായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പ്രഭാവതി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം അരുന്ധതി ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേഷ്യത്തോടുകൂടി പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി എന്താ അരുന്ധതി എന്താ ഇപ്പോൾ വന്നേ, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവിടെയല്ലേ വിശേഷങ്ങളൊക്കെ നടക്കുന്നത്, എൻ്റെ മകൻ എവിടെ, ഋഷിയെ കാണാനില്ലാണ്ടായിട്ട് എത്ര നാളായി, ഇതുവരെ എനിക്ക് ഋഷിയെ കണ്ടു കിട്ടിയിട്ടില്ല, ഇനി നിങ്ങളും നിങ്ങളുടെ മകനും കൂടി എൻ്റെ മോനെ കൊന്നോന്ന് ചോദിക്കുന്നു. അത് കേട്ടതും പ്രഭാവതി ആണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അരുന്ധതി ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നത് വേറെ ഒന്നുകൊണ്ടും അല്ല, ഇവരുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളുടെ ഹരിയങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളൊന്നും മാറാൻ പോണില്ല. ഹരിയങ്ങൾ അധികം വൈകാതെ തന്നെ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു സത്യം എല്ലാവരെയും അറിയിക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.